ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു പോസ്റ്റർ കണ്ടു ഗൈസ്. നമ്മുടെ രാജുവേട്ടന് എന്ത് പറ്റി ഗൈസ്, എന്താ പറ്റി? ഞാൻ ആ പോസ്റ്ററിൽ സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് ഇതിനകത്തൊരു കണ്ടന്റ് ഉണ്ടല്ലോ എന്ന്. അതായത് രാജമൗലിയുടെ അടുത്ത പാൻ ഇന്ത്യൻ മണ്ണലായ SSMB 26ന്റെ വില്ലന്റെ പോസ്റ്ററാണ് ഗൈസ് ഇത്. നമ്മുടെ വില്ലനായിട്ട് ആരഭിനയിക്കുന്നത് പറഞ്ഞാൽ നന്നതർ നമ്മുടെ രാജുവേട്ടൻ. അപ്പൊ തന്നെ ഞാൻ ചാർജ് ആയി ഗൈസ്. അങ്ങനെ ഈ സിനിമയെ കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് ഇതൊരു പാൻ ഇന്ത്യൻ കൊലത്തൂക്കാണ്. ഇതിനകത്തൊരു പ്രോപ്പർ കണ്ടന്റ്, ഓൾമോസ്റ്റ് 2000 കോടി ബഡ്ജറ്റിൽ എടുക്കാനുള്ള സിനിമയാണ് ഇത്. പക്ഷെ ഇതൊക്കെ ചെറിയ കാര്യമാണ് ഗൈസ്, കാരണം ഇന്ത്യയിൽ ഇതിനേക്കാളും വലിയ വലിയ ബഡ്ജറ്റിൽ ഇറങ്ങാൻ പോകുന്ന കുറെ കിണ്ണ സിനിമകളുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഗൈസ്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ SS രാജമൗലിയുടെ 26ാമത്തെ സിനിമ. നമ്മുടെ സിനിമയുടെ പേര് ഇതുവരെ അനൗൺസ് ചെയ്തില്ല. നമ്മുടെ സിനിമയുടെ ഹീറോ എന്ന് പറയുന്നത് മഹേഷ് ബാബു ആണ്. ആൻഡ് വില്ലനായിട്ട് അഭിനയിക്കാൻ പോകുന്നത് നമ്മുടെ കേരളക്കരയിലെ രാജുവേട്ടനാണ് ഗൈസ്. ആൻഡ് രാജുവേട്ടന്റെ ഫസ്റ്റ് സീൻ രാജമൗലി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ രാജമൗലി രാജുവേട്ടനോട് എന്തോ പറഞ്ഞെന്നറിയോ ഗൈസ്, ഇതുപോലൊരു ഫൈനസ്റ്റ് ആക്ടറിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല എന്ന് രാജമൗലി ഇൻസ്റ്റാഗ്രാമിനകത്ത് പോസ്റ്റ് ചെയ്തു ഗൈസ്. അപ്പൊ നമ്മുടെ രാജുവേട്ടൻ പഴയ രാജുവേട്ടനല്ല ഗൈസ്. ഇപ്പൊ നമ്മുടെ രാജുവേട്ടന്റെ കൂടെ നടക്കുന്നത് വലിയ വലിയ പിള്ളേരാണ്. രാജമൗലി, പ്രശാന്ത് നീൽ, പ്രഭാസ്, അക്ഷയ് കുമാർ. പുള്ളി ഓൾറെഡി അണ്ടർവേൾഡ് ആയി കഴിഞ്ഞു ഗൈസ്. ഈ സിനിമയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് നന്നതർ ദാൻ രാജമൗലി ഗൈസ്. കാരണം പുള്ളിയുടെ ഓരോ സിനിമയും എനിക്ക് ഒരു മൂവി മാസ്റ്റർ ക്ലാസ് പോലെയാണ്. ആ ഒരു സിനിമ ആണെങ്കിൽ അത് എൻജോയ് ചെയ്യുന്ന കഴിഞ്ഞിട്ട് എങ്ങനെ എടുത്തെന്നാണ് ഞാൻ ചിന്തിക്കുക. ലൈക്ക് ഇതൊരു മാജിക് പോലെ എനിക്ക് തോന്നുന്നു. ആൻഡ് പുള്ളി ഏകദേശം 1.5 കൊല്ലം സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ടാക്കിയ സിനിമയാണ് ഗൈസ് ഇത്. അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട് പുള്ളി നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പോസ്റ്റർ ആണെങ്കിൽ തന്നെ ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടാവും. രാജമൗലി ഇന്നേ വരെ എടുത്തിട്ടുള്ള എല്ലാ സിനിമയും പീരിയോഡിക് സിനിമകളായിരിക്കും. ഫ്യൂച്ചറിസ്റ്റിക് സയൻസ് ഫിക്ഷൻ സിനിമകളൊന്നും അധികം എടുത്തില്ല. സോ ഐ ആം റിയലി എക്സൈറ്റഡ് അബൌട്ട് ദിസ്. ഈ ഒരു സിനിമ 1000 കോടി കളക്ട് ചെയ്താൽ തന്നെ അത് നഷ്ടമായിരിക്കും ആവുക. കാരണം ഈ ഒരു സിനിമ ബഡ്ജറ്റിന് 1000 കോടിയാണ്. സോ എങ്ങനെ പോയാലും ഒരു 1000 കോടിയല്ല, ഒരു 1500 കോടിയെങ്കിലും കളക്ട് ചെയ്താലാണ് ഇതൊരു പ്രോഫിറ്റബിൾ ആവും. ആൻഡ് RRR ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാജമൗലിക്ക് ഗ്ലോബൽ റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ട്. RRR അമേരിക്ക, ജപ്പാൻ ഇതുപോലുള്ള കൺട്രികളിലൊക്കെ ഹൗസ്ഫുൾ ആയിട്ട് ഓടിയ സിനിമയാണ്. ജപ്പാനിലൊക്കെ രാജമൗലിക്ക് ഫാൻ ബേസ് ഉണ്ട്. ആൻഡ് അമേരിക്കക്കാരൊക്കെ മാർവലുമായിട്ടാണ് RRRനെ കമ്പയർ ചെയ്തത്. അവർ RRR ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഇന്ത്യൻ സിനിമകൾ കാണാൻ തുടങ്ങി. അത്രയ്ക്കും വലിയ ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് രാജമൗലി. ആൻഡ് നമ്മുടെ അവതാറിന്റെ ഡയറക്ടറായ ജെയിംസ് കാമറോൺ അടക്കം RRR കണ്ട് രാജമൗലിനെ അപ്രീഷിയേറ്റ് ചെയ്തതാണ്. ഈ ഒരു സിനിമ നല്ല രീതിയിൽ ഹിറ്റായി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു ഗ്ലോബൽ എക്സ്പോഷർ നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടും. പിന്നെ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സിനിമ എന്ന് പറയുന്നത് വേറൊരു പാൻ ഇന്ത്യൻ സ്റ്റാറിന്റെ ഒരു പാൻ ഇന്ത്യൻ കൊലത്തൂക്കായിരിക്കും ഗൈസ്. യഷിന്റെ അടുത്ത സിനിമയായ ടോക്സിക്. ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഗീതു മോഹൻ ദാസ് ആണ്. നമ്മുടെ കേരളത്തിലെ ഒരു ഫീമെയിൽ ഡയറക്ടറാണ്. എല്ലാവരും ഭയങ്കര ബാഡ്ലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന യാഷിന്റെ ഒരു സിനിമയുടെ റിലീസിന് വേണ്ടിയിട്ട്. ലൈക്ക് ഈ സിനിമ ഇനി നെഗറ്റീവ് ആയാലും, ലൈക്ക് നെഗറ്റീവ് റെസ്പോൺസ് കിട്ടിയാലും ഈ സിനിമ ഫാൻസ് പോയി കണ്ട് ഹിറ്റാക്കും ഗൈസ്. അത് എനിക്ക് ഉറപ്പാണ്. കാരണം KGF-ന് ശേഷം ഇന്നേ വരെ ഒരു ആഡോ ഒരു പ്രൊമോയോ ഒരു ടാഗിങ് കണ്ടിട്ടില്ല. ആകെ തന്നിട്ടുള്ളത് ടോക്സിക്കിന്റെ ഒരു ഗ്ലിംസ് മാത്രം. ഈ ഒരു സിനിമയുടെ ഷൂട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എനിക്ക് കുറച്ച് റൂമേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ സിനിമ ഡ്രോപ്പ് ചെയ്തു, യാഷ് ഗീതു മോഹൻദാസിന്റെ ഡയറക്ഷൻ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊക്കെ റൂമറാണ് ഗൈസ്, ഡ്രോപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഗീതു മോഹൻദാസ് ആണെങ്കിൽ ഇതുപോലെ ആക്ഷൻ സിനിമകളൊക്കെ ഡയറക്ട് ചെയ്ത് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഡയറക്ടറാണ്. ഈ സിനിമയിൽ ഹൈപ്പ് കിട്ടാനായിട്ടുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, അത് യാഷാണ്. യാഷിന്റെ മൂവി സെലക്ഷൻ എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്. യാഷ് പല പല ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഗീതു മോഹൻദാസിന്റെ വിഷൻ അടിപൊളിയാണ്, അതുകൊണ്ടാണ് ഈ മൂവിക്ക് സൈൻ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കണ്ടറിയാം ഗൈസ് ഹിറ്റ് ആവില്ലയോ എന്ന്. എന്തായാലും ഇതിന്റെ റിലീസ് ഡേറ്റ് ഒന്നും ഇതുവരെ തീരുമാനിച്ചില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അടുത്ത കൊല്ലം നമ്മുടെ യാഷിന്റെ രാമായണം വരുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത കൊല്ലമാണ് ചിലപ്പോൾ റിലീസ് ആവാൻ ചാൻസ്. പിന്നെ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പടം എന്ന് പറയുന്നത് സലാർ സൗരാംഗ പർവ്വം. സലാർ എന്ന് പറയുന്നത് വലിയൊരു ഹൈപ്പിൽ വന്ന്, പക്ഷെ ഫസ്റ്റ് കുറച്ച് ദിവസമൊക്കെ നെഗറ്റീവ് റിവ്യൂ കുറച്ച് മിക്സ്ഡ് റിവ്യൂ ഒക്കെ കിട്ടി. പിന്നെ അത് ലൈക്ക് ഇപ്പോൾ OTT റിലീസായി പിന്നെ അതൊരു കൾട്ട് ക്ലാസിക് സിനിമയാണ്. എല്ലാവരും അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. തിയേറ്ററിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ആളുകൾ കൂടി OTT കണ്ടിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഒരുപാട് പേരുടെ ഫേവറേറ്റ് സിനിമയായി മാറി ഈ സിനിമ. അതുകൊണ്ട് ഇതിന്റെ പാർട്ട് 2 കുറെ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പാർട്ട് 2 എന്തായാലും ഒരു 1000 crore അടിക്കുന്നത് വിത്തൗട്ട് എനി ഡൗട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം എനിക്ക് ഈ തിയേറ്ററിൽ കണ്ടപ്പോൾ അധികം മനസ്സിലായിട്ടൊന്നുമില്ല എന്താ കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ OTT വന്ന് ഒന്നും കൂടി കണ്ടുകഴിഞ്ഞപ്പോഴേ എനിക്ക് ശരിക്കും ഇതിന്റെ സ്കെയിൽ മനസ്സിലായി, ഇതിന്റെ എന്താണ് ഡയറക്ടർ പറയാൻ വന്നതെന്ന് മനസ്സിലായി. ഇത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇനി നമ്മുടെ പ്രശാന്ത് നീലിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പുള്ളിയുടെ KGF 1 and 2 ലൈക്ക് ഈ KGF 1 എന്ന് പറയുന്നത് എനിക്കൊരു മാജിക് പോലെയാണ്. കാരണം അധികം ആക്ഷൻ സിനിമകൾ എടുത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഡയറക്ടർ പെട്ടെന്ന് KGF പോലുള്ള ഒരു കിണ്ണം മാസ സിനിമ എടുത്തിട്ട് ലൈക്ക് അത് ബോക്സ് ഓഫീസിൽ ഹിറ്റായിരുന്നു. പക്ഷെ പിന്നെ OTT ഇറങ്ങിയിട്ടാണ് ഒരു കത്തി. അതായത് ഇന്ത്യയിലെ ബാഹുബലിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന ഒരേ ഒരു സിനിമ KGF ആണ്. പക്ഷെ അന്നീൽ ഇപ്പൊ ജൂനിയർ NTR ആയിട്ടുള്ള പടം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്തായാലും സലാർ 2 ആയിരിക്കും. പിന്നെ നമ്മുടെ പ്രഭാസ് ഇപ്പൊ ഫൗജി എന്ന് പറഞ്ഞ സിനിമ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പിരിറ്റ്, സന്ദീപ് റെഡ്ഡി വാങ്ങാടെ സ്പിരിറ്റ്, അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെയുള്ള മിക്സ്ഡ് റിവ്യൂസ്, നെഗറ്റീവ് റിവ്യൂസ് സലാർ 1 തിയേറ്റർ റിലീസ് കഴിഞ്ഞിട്ട് വന്നപ്പോൾ എങ്ങനെയാണ്
നിങ്ങളുടെ റെസ്പോൺസ് ചോദിച്ചപ്പോൾ പ്രശാന്ത് നീൽ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റ് ആയി. പക്ഷേ ഈ ഡിസപ്പോയിന്റ് ഫുള്ള് ഞാൻ സലാർ 2-ൽ തീർക്കുന്നു. കാരണം സലാർ 2 പുള്ളി ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സിനിമയായിരിക്കും പുള്ളി പ്രോമിസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രശാന്ത് നീൽ ഇങ്ങനെ ഒരു വാശിയുടെ പുറത്ത് ചെയ്യുന്ന സിനിമയായതുകൊണ്ട് എനിക്ക് എന്തായാലും നല്ല ഹൈപ്പ് ഉണ്ട്. പിന്നെ നമ്മുടെ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ പ്രഭാസിന്റെ സിനിമയാണ് സന്ദീപ് റെഡ്ഡി വാങ്ങിയും പ്രഭാസ് കൂടി ചെയ്യുന്ന സ്പിരിറ്റ്. സന്ദീപ് റെഡ്ഡി വാങ്ങയുടെ അനിമൽ എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാക്കി. ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ സിനിമ അധികം ഇഷ്ടപ്പെട്ടൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി. ഇതൊരു പോലീസ് സ്റ്റോറി ആണെന്നാണ് സന്ദീപ് റെഡ്ഡി വാങ്ങ പറഞ്ഞത്. ആൻഡ് ഇതിന്റെ ടൈറ്റിൽ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഇത് വലിയൊരു കോൺട്രവേഴ്സി ആയി. കാരണം ഇതിൽ കാണിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് സ്റ്റാർ എന്നാണ്. ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് സ്റ്റാർ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രഭാസ് അല്ല, നമ്മുടെ ഷാറുഖ് ഖാൻ ആണെന്ന്. പക്ഷേ ഇതിൽ പ്രഭാസ് ആണെന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് വലിയ കോൺട്രവേഴ്സി ആയി. പ്രഭാസ് വേഴ്സസ് ഷാറുഖ് ഖാൻ ഫാൻ ഫൈറ്റ് ഒക്കെ ഉണ്ടായി. പ്രഭാസിന്റെ ഏത് ഊള സിനിമ ഇറങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് ഇതിന് 100 കോടി ക്ലബിലൊക്കെ കയറും. പിന്നെ ഇത്രയ്ക്കും ഹൈപ്പിൽ വരുന്ന ഇങ്ങനെയൊരു സന്ദീപ് റെഡ്ഡി വാങ്ങാൻ പോലൊരു ഡയറക്ടറിന്റെ സിനിമ എന്തായാലും ഇത് 1000 കോടി അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ള സിനിമയും നമ്മുടെ പ്രഭാസ് അണ്ണൻ്റെ സിനിമയാണ് നമ്മുടെ കൽക്കി പാർട്ട് 2. ഈ സിനിമ ഇപ്പോൾ ഒരു ചെറിയൊരു കോൺട്രവേഴ്സിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ദീപിക പദുക്കോളിനെ ക്യാരക്ടറിനെ അവർ ഒഴിവാക്കി പകരം വേറൊരാളിനെയാണ് കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇറ്റ്സ് ബിക്കോസ് ദീപിക പദുക്കോളിനെ ഒരുപാട് നേരം പണിയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി മറ്റേ പ്രസ് മീറ്റിലൊക്കെ വന്ന് കരയുണ്ടായിരുന്നു. 8 മണിക്കൂർ ഷിഫ്റ്റിൽ അതിൽ കൂടുതൽ പണിയേണ്ടി വന്നു, അതുകൊണ്ട് അത് ഞങ്ങൾക്ക് പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കൽക്കി എന്ന് പറയുന്ന സിനിമ മഹാഭാരതമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സിനിമ. അതായത് ഇന്ത്യയിൽ ഉണ്ടായാലും വെച്ച് ഏറ്റവും ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്ന മഹാഭാരതമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. കൽക്കി 1 ഇറങ്ങിയപ്പോൾ 1000 കോടി അടിച്ചിട്ടുണ്ടായിരുന്നു. അത് അത്രയ്ക്ക് വലിയ ബ്ലോക്ക് ബസ്റ്ററാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ ക്യാരക്ടേഴ്സ് ഒക്കെ അതിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ്. ഇതിന്റെ ഡയറക്ടറെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിയാണെങ്കിൽ കുറെ കാലം VFX കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് കൽക്കിയിലെ VFX ടോപ്പ് നോച്ച് ആയിരിക്കുന്നത്. ആ സിനിമ എത്ര മോശമാണെന്ന് പറയുന്ന ആളുകളടക്കം അതിന്റെ VFX എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യൻ സിനിമയിൽ ഇറങ്ങി വെച്ച് ഏറ്റവും ബെസ്റ്റ് VFX ഉള്ള സിനിമ കൽക്കിയാണ്. പിന്നെ മഹാഭാരതത്തിൽ മറ്റേ കർണൻ വേഴ്സസ് അർജുൻ ആ ഒരു സംഭവം കൊണ്ടുവന്നാണ് കുറച്ചും കൂടി രോമാഞ്ചിഫിക്കേഷൻ ആയത്. അതിന്റെ അടുത്ത പാട്ടിൽ ഇതിൽ മഹാഭാരതത്തിൽ ഇനിയും കുറെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരും. ഇനിയും കർണൻ വേഴ്സസ് അർജുൻ ആ ഒരു റൈവലറി കുറച്ചും കൂടി കാണിക്കും. ആൻഡ് നമ്മുടെ കൃഷ്ണൻ ഒന്നും കൂടി ജനിക്കും. പിന്നെ വില്ലനായിട്ട് നമ്മുടെ കമലഹാസൻ. ഈ സിനിമ എന്തായാലും 1000 കോടിയില്ല, അതിലേക്കായും കൂടുതൽ. കാരണം ഇത് നമ്മുടെ കൾച്ചർ തൊട്ടുള്ള കളിയാണ്. സോ എന്തായാലും ഇത് ഇന്ത്യയിൽ ടോപ്പ് കളക്ടർ സിനിമയായിട്ട് മാറാൻ ചാൻസ് ഉള്ള സിനിമയാണ്. സോ ഗൈസ് എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യാം ഗൈസ്. അടുത്തൊരു കിള്ളം വീഡിയോ കാണാൻ ഗൈസ്. ടാറ്റാ ബൈ ബൈ, ലവ് യു.